NSSും അതോടൊപ്പം തന്നെ VD സതീശനും തമ്മിലുള്ള ഒരു പോരായി മാറുകയാണോ ഈ വെള്ളാപ്പള്ളിയുടെ പ്രശ്നം? അങ്ങനെ എടുത്താൽ VD സതീശനാണ് നഷ്ടം. VD സതീശൻ എനിക്കിഷ്ടമാണ് പേഴ്സണലി. അപ്പോൾ ഞാൻ പിണറായി വിജയൻ എനിക്കിഷ്ടമായിരുന്ന സമയത്ത് പല ആളുകൾക്കും പിണറായി വിജയൻ ഇഷ്ടമായിരുന്നില്ല. പക്ഷെ അവരൊക്കെ പിന്നെ പിണറായി വിജയൻ ജയ് വിളിച്ചിട്ടുണ്ട്. VD സതീശൻ എനിക്കിഷ്ടമാണ്. ഞാൻ അത് പിണറായി വിജയനും VD സതീശൻ ഞാൻ കണ്ടൊരു ക്വാളിറ്റി, നിങ്ങളിപ്പോൾ ജെൻഡർ സെൻസിറ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. ആണെടുത്തന്മാരാണ്. അത് സുമാനാഥ സാറിനുണ്ട്, ഇവർ പിന്നെ വെള്ളാപ്പള്ളിക്കുണ്ട്. ഇവരൊക്കെ ആണുങ്ങളെന്ന് പറയുന്ന ആ ഒരു, അതായത് നിങ്ങൾ ജെൻഡർ സെൻസിറ്റീവ് ആണെങ്കിൽ ഐ ഡോണ്ട് കെയർ. ആണുങ്ങളാണ്. അപ്പം VD സതീശൻ്റെ പ്രശ്നം വെറുതെ സമുദായ സംഘടനകൾ കയറി ഉടക്കും. ഒരു സമുദായ സംഘടനകളുടെയും തിണ്ണ ഞാൻ നിരങ്ങില്ല. മൂപ്പര് ഇന്നിപ്പോൾ സുമാനാഥ സാർ വെറുതെ പറയുന്ന ആളല്ലല്ലോ, അറിയാലോ. അതേ അത്യാവശ്യം മാത്രമേ കൃത്യമായ കാര്യം പറയുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത് കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത്, നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് 1.5 മണിക്കൂറാണ് അവിടെ ഇരുന്നത്. ഇതിനെന്താ നിങ്ങൾ പറയുന്നത്? ഇരുന്ന് പിന്നെ കസാര ഇരിക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ, തിണ്ണ നിരങ്ങില്ല എന്നല്ല പറഞ്ഞത്. അവിടെ ഇരുന്ന് ഞെരങ്ങിയിട്ടുണ്ടാവില്ല, അവിടെ ഇരുന്നിട്ടുണ്ടല്ലോ, സത്യമാണ്. NSS സപ്പോർട്ടില്ല, അയാൾ അവിടെ ഇരിക്കുമോ? ആ കൂടിയ നായന്മാരുള്ള സ്ഥലമാണ് ഈ എറണാകുളം. ഞാൻ ഏറ്റവും കൂടിയ നായന്മാരെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ എറണാകുളം, ഇടുക്കി, മൂവാറ്റുപുഴ ആ റീജിയനിലാണ്. അതങ്ങ് കാഞ്ഞിരപ്പള്ളി ഇങ്ങനെയുള്ള ഏരിയയിലാണ് ഞാൻ വളരെ കൂടിയ നായന്മാരെ കണ്ടത്. മുസ്ലിം സ്വഭാവമുള്ള നായന്മാർ, അതായത് മിലിറ്റൻ്റ് നായന്മാരെ കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള സ്ഥലമാണ് അവിടെ. അവിടെ NSS സപ്പോർട്ടിൽ അവൻ ഐ മീൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ജയിക്കും ഇല്ല. അല്ല, പിന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണ്? പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന, ഞാൻ അവിടെ തിണ്ണ ഇറങ്ങാൻ പോകില്ല എന്നുള്ള പ്രസ്താവന. അവിടെ നിന്ന് കൊണ്ട് ഇറങ്ങി വന്ന് അവിടെ തിണ്ണയ്ക്ക് 1.5 മണിക്കൂർ ഇരുന്നിട്ട് പിന്നെ തിണ്ണ ഇറങ്ങാൻ പോകില്ല എന്ന് തോന്നുന്നത്. അപ്പം എന്താ വാക്കും പ്രവൃത്തിയും തമ്മിൽ അന്തരം. അതാണ് പ്രശ്നം. ഇദ്ദേഹത്തിന് നമ്മൾ ഒരു സെക്യുലർ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം സുമാനാഥ സാറിനെയും വെള്ളാപ്പള്ളി സാറിനെ എല്ലാവർക്കും തെറി പറയാമല്ലോ. അതൊരു അംഗീകാരമാണല്ലോ പൊതുസമൂഹത്തിൽ. ഇവർ രണ്ടാലും തെറി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കസാര കിട്ടും. അങ്ങനെ ചീപ്പാവേണ്ട ഒരു ആവശ്യമില്ല. അതാണ് സാർ വന്ന് ചീപ്പായി പോയിരുന്നു. അങ്ങനെ ചീപ്പാവുന്ന സ്വഭാവം മൂപ്പർക്കുണ്ട്. അത് മൂപ്പര് മാറ്റിയാൽ മൂപ്പര് പെർഫെക്റ്റാണ്. അല്ല, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ അറിയാം, ന്യൂനപക്ഷങ്ങളുടെ വലിയ ഒഴുക്കായിരുന്നു UDFിലേക്ക് ഉണ്ടായത്. അതിനെ കൂടുതൽ നീ നെയ്യാറ്റിൻകരക്കാരനല്ലേ? ഈ ന്യൂനപക്ഷക്കാരുടെ ഒഴുക്കൊണ്ട് മാത്രം കോൺഗ്രസ് ജയിക്കുമോ? കോൺഗ്രസിന്റെ ബേസിക് വോട്ട് നായന്മാരെ വോട്ടാ, നിങ്ങൾക്ക് അറിയാലോ. മുസ്ലിം ലീഗിന്റെ ഒരു 25 സീറ്റ് ലഭിച്ചാൽ മതിയല്ലോ, ബാക്കി പിടിച്ചാൽ പോലും. ബാക്കി പിടിക്കണ്ടേ, ബാക്കി കിട്ടണ്ടേ? ഈ ബാക്കി കിട്ടുന്ന സ്ഥലത്തെല്ലാം തന്നെ നായർ ഡോമിനൻസ് ഉള്ള സ്ഥലമാണ്. സെൻട്രൽ ട്രാവൻകൂറാണ് ഒരു ശക്തിയുള്ള ഒരു കേന്ദ്രം. സെൻട്രൽ ട്രാവൻകൂർ കരയോഗ നായന്മാർക്ക് ഡോമിനൻസ് ഉള്ള സ്ഥലമാണ്. നിങ്ങൾ തിരുവനന്തപുരം നായന്മാരെ പോലെ, അല്ലെങ്കിൽ മലബാർ നായന്മാരെ പോലെ NSSനോട് എന്താണ് NSS ശരി, NSS എന്ന് വെച്ചാൽ NSS. പക്ഷെ NSS പറയുന്നവർക്ക് വോട്ട് ചെയ്യാൻ നമുക്ക് കിട്ടില്ല എന്ന് പറയുന്ന ആളുകളല്ലേ സെൻട്രൽ ട്രാവൻകൂർ. അത് കൃത്യമായിട്ട് മലബാർ നായന്മാർ അങ്ങനെ പറയാന്ന് വെച്ചാൽ NSS എന്ന് പറയാൻ അവർക്കൊരു മോശമാണ്. പക്ഷേ ജോലിയൊക്കെ കിട്ടാൻ വേണ്ടി ഓടി ഏതെങ്കിലും കരയോഗത്തിൽ പോകും. തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ NSSനോട് സ്നേഹമൊക്കെ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ കുറച്ചുകൂടി കൂടിയ ആളുകളാണെന്നുള്ളൊരു ചിന്താഗതി നിന്നെപ്പോലുള്ള ആളുകൾക്ക് ഉണ്ട്. അതല്ല സെൻട്രൽ ട്രാവൻകൂറിൽ. അപ്പോൾ കോൺഗ്രസ് ജയിക്കണമെങ്കിൽ NSSന്റെ ബേസിക് വോട്ടിൻ്റെ മുകളിൽ, NSSന്റെയും സ്ത്രീയും ക്രിസ്ത്യാനികളെയും ബേസിക് വോട്ടിൻ്റെ മുകളിൽ ഈ മുസ്ലിം വോട്ട് കൂടി കിട്ടിയാലേ ജയിക്കുള്ളൂ. അല്ല, അതിനെ ഏറ്റവും ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഈ എറണാകുളവും മലപ്പുറമാണ്. അവിടെ മുഴുവൻ സീറ്റുകൾ UDFിനാണ്. എവിടെ? മലപ്പുറം, എറണാകുളം. ആയിക്കോട്ടെ, എറണാകുളത്ത് മുസ്ലിംസ് മാത്രമേ അവിടെ ക്രിസ്ത്യാനികളാണ്. ന്യൂനപക്ഷങ്ങൾ ബെമ്മലും തമ്മിൽ തന്നെ ഭയങ്കര അടിയല്ലേ. RSS ആണ് കേരളത്തിൽ മുസ്ലിങ്ങളെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്നത്. സെബാസ്റ്റ്യൻ പുന്നക്കലല്ലേ, അയാൾ RSS ആണ്, ന്യൂനപക്ഷമല്ലേ. അല്ല, അതിന് അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണോ VD സതീശൻ ഈ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരെയും ലക്ഷ്യമിടുന്നത്? അതായിരിക്കാം. ഇവരെ രണ്ടുപേരെയും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ സെക്കുലർ സ്പേസിൽ ഇടം കിട്ടും എന്നുള്ളതുകൊണ്ടായിരിക്കും. പക്ഷേ ഇവരെ ബേസിക് വോട്ടിനുള്ള കളി ഇവരങ്ങ് വാങ്ങിക്കഴിഞ്ഞാൽ തീർന്നു. ഇവരെ ബേസിക് വോട്ടിനുള്ളതാണല്ലോ ഉണ്ടായി. ഇപ്പോൾ CPM എങ്ങനെ ഈഴവൻ്റെ ബേസിക് വോട്ടാണ്. പിന്നെ പാവപ്പെട്ട നായന്മാരും ഈഴവന്മാരും ദളിത് വിഭാഗം, ഇതാണ് ബേസിക് വോട്ട്. ഈ ബേസിക് വോട്ട് പോയാൽ CPM തീർന്നു. സിറിയൻ ക്രിസ്ത്യാനികൾ, നായന്മാരും സിറിയൻ ക്രിസ്ത്യാനികളാണ് കോൺഗ്രസിൻ്റെ ബേസിക് വോട്ട്. അതുപോലെ കോൺഗ്രസ് തീർന്നു. അപ്പോൾ ഈ സെക്യുലർ സ്പേസിൽ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ പണ്ട് ഇയാൾക്ക് കൈയടിച്ചിട്ടുണ്ട്, ഇയാൾ ഓരോ പ്രശ്നമാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഒന്ന് ഇപ്പം സുമാനാഥ സാർ പറഞ്ഞതുപോലെ അവിടെ കയറിയിട്ട് 1.5 മണിക്കൂർ തിണ്ണയിൽ ഇരുന്നിട്ട് തിണ്ണ നിരങ്ങിയില്ല എന്നുള്ള എക്സ്ക്യൂസും പറഞ്ഞ് പോകുമ്പോൾ അത് വാക്കിന് വിലയില്ലാത്തൊന്നും ഫീൽ വരും, വാക്ക് ഇരട്ടത്താപ്പെന്ന് ഫീൽ ചെയ്യും. പിന്നെ രണ്ടാമത്തത്, നിങ്ങൾക്ക് അങ്ങനെയാണ് എല്ലാവരെയും പറ. നിങ്ങളെന്തുകൊണ്ടാണ് ഈ ഹിന്ദുക്കളെ സമുദായ നേതാക്കന്മാരെ മാത്രം പറയുന്നത്? നിങ്ങളെല്ലാവരും പറ, അങ്ങനെയാണ് എല്ലാവരും പറ. അല്ല, അദ്ദേഹം കാന്തപുരത്തിന്റെ വേദിയിലാണ് അത് തന്നെ ഞാൻ പറഞ്ഞത്. വെള്ളാപ്പള്ളി വിമർശിക്കുന്നത്. അത് ഒന്ന്, ഞങ്ങൾ കാന്തപുരം മലബാറുകാരാണല്ലോ. മലബാർ മുസ്ലിംസിന്
മലബാറിലേക്ക് തെക്കോട്ടുള്ള രാഷ്ട്രീയത്തെ പറ്റി വലിയ ധാരണയില്ല. ഇവിടെ വെള്ളാപ്പള്ളിയും സുമാനായ സാറിനൊക്കെയുള്ള ഒരു സ്വാധീനം എന്താണെന്ന് മലബാറിൽ ഞങ്ങൾക്ക് അറിയില്ല. ഞാനിവിടെ വന്നതിന് ശേഷം പഠിച്ചത്. അപ്പോൾ അത് ആ അറിവുകേടാണത്. ആ അറിവുകേടിൽ നിന്നുകൊണ്ടൊന്ന് പതച്ച് പൊങ്ങാം എന്ന് വിചാരിച്ചതായിരിക്കും. പക്ഷെ പത മാത്രമേ പോകും. പിണറായി വിജയൻ അതുപോലെ ബക്കറ്റിലെ വെള്ളം മാത്രമേ പോകും. അല്ല, നാം ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ രമേശ് ചെന്നിത്തലയോടുള്ള സ്നേഹമാണോ സുകുമാരൻ നായർ? അല്ല, സാറിന് അങ്ങനെ സ്നേഹം രമേശിനോടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പണ്ട് രമേശിന് വേണ്ടി സാർ അങ്ങനെ വർഗീയതല്ല, അങ്ങനെ തീവ്ര സാമുദായികത പറയാത്ത ഒരാളാണ് സാർ. ഈ സത്യത്തിൽ അങ്ങനെയാണ് സാറിന് SNDP കൂടെ കൂടിയാൽ പറയാം. പണ്ട് BDJS ഉണ്ടാക്കിയപ്പോൾ സാറ് മാറിയുന്നതുകൊണ്ടല്ലേ ആ പ്രസ്ഥാനം പൊളിഞ്ഞു പോയത്. അല്ലെ 10 സീറ്റെങ്കിലും കിട്ടുമായിരുന്നല്ലോ. അപ്പം അദ്ദേഹം ഒരു കാര്യത്തിൽ അടുത്തിട്ട് വളരെ ശക്തമായ നിലപാട് രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് രമേശ് അർഹിക്കുന്നതായിരുന്നു. പക്ഷെ രമേശ് NSS ഒക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്നൊരു ഫീൽ സാറിന് തോന്നുന്നു. നായരായതുകൊണ്ടല്ല, NSSുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു നായർ എന്ന രീതിയിൽ അതൊരു ഡിസ്ക്വാളിഫിക്കേഷനായി കണ്ടു. പകരം അതെ പൊളിറ്റിക്കലി എന്ന് വെച്ചാൽ ആ പാർട്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇയാള് ആര് തിരുവഞ്ചൂര് പാർട്ടി സെറ്റപ്പിൽ രമേശ് അത്ര കയറി പ്രായം കൊണ്ട് ചിലപ്പോൾ ആയിരിക്കും. പക്ഷെ പാർട്ടി ഹൈറാക്കിയിൽ സീനിയോറിറ്റി രമേശനാണ്. അപ്പം തിരുവഞ്ചൂരിന് കൊടുത്തു. തിരുവഞ്ചൂർ നല്ല മന്ത്രിയൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് സാറിന് തിരുവഞ്ചൂരിനാണോ അല്ല നായർ എന്ന രീതിയിലുള്ള സ്നേഹമാണെങ്കിൽ വേണ്ടത്. തിരുവഞ്ചൂരാണ് കുറച്ചുകൂടി അവിടെ ചങ്ങനാശ്ശേരിക്ക് അടുത്ത് നിൽക്കുന്ന ആള് തിരുവഞ്ചൂരൊന്നും. പക്ഷെ അതേക്ക് അല്ല, അന്നത്തെ കാലത്ത് അത് കറുത്ത നായരെ ഇഷ്ടമില്ല. അപ്പൊ ഈ പറയുന്ന നായർ വിരോധികൾ പറയുന്ന അല്ല, അങ്ങനെ അന്ന് അതെ അങ്ങനെ പറയൂ. അത് ഇവർക്ക് മുസ്ലിം ലീഗിനുള്ളിൽ എത്ര കറുത്ത ലീഗ് തന്നെ ഞങ്ങൾ പറയുന്ന ഒരു സംഭവം ഉണ്ട്, കറുത്ത മുസ്ലിം വെളുത്ത മുസ്ലിമും എന്നുള്ള സാധനം. അപ്പം ഇത് ഒരു ലീഗിൻ്റെ ഒരു മന്ത്രി മന്ത്രി അങ്ങനെ ചർച്ചയിലൊക്കെ വരുന്ന ഒരാൾ അയാൾ മന്ത്രിയാവുമെന്ന് വിചാരിച്ചത്. അപ്പോൾ അയാൾ മന്ത്രിയായില്ല. അപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് നിൽക്കുന്ന എല്ലാ ആളുകൾ ചോദിച്ചപ്പോൾ എന്നോടൊന്ന് ഇക്കാക്ക് അറിയാലോ നമ്മളെ പാർട്ടിയിലെ കാര്യം. അത് നായന്മാരുടെ ഉണ്ടോ? അപ്പോൾ നായന്മാരിലെ പല പ്രമുഖരും കറുത്തിട്ടല്ലേ. അതൊന്നും അങ്ങനെ അത് ഇവരെ ഈ പറഞ്ഞ അതാണ് പണ്ട് സായിപ്പ് ചെയ്തത്. ഇവിടെ ചില ജാതി എന്നുള്ള സാധനം ഉണ്ടായി. സായിപ്പിനെ പോലെ മറ്റു ജോലി ചെയ്യുന്നവനെ കൊന്നുകളയുന്ന പരിപാടിയൊന്നും ഇവിടെ അല്ലായിരുന്നു. ഇവിടെ ജാതി കണ്ടിട്ട് ഇവിടെയുള്ള ആളുകൾ മൊത്തം പിന്തിരിപ്പന്മാരാണ് എന്ന് ബോധം നമ്മളിൽ ഉണ്ടാക്കി വെച്ചു. അതാണ് സായിപ്പിൻ്റെ. അതുപോലെയാണത്. ഇവരുടെ ഇടയിലൊക്കെ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പം ക്രിസ്ത്യൻ സമുദായം എല്ലാവരും ക്രിസ്തുവിൻ്റെ വിശ്വസിച്ച എല്ലാവരും ഒരാളാണ്. പക്ഷെ നീ സെൻട്രൽ ട്രാവൻകൂറിലേക്ക് ദളിത് ക്രിസ്ത്യാനിക്ക് വേറെ പള്ളിയാണ്. മുസ്ലിംസിന് അത്തിലല്ല എങ്കിൽ പോലും നമ്മൾ കെട്ടിച്ചോൻ കൊടുക്കില്ല. മനസ്സിലായി? നമ്മൾ കെട്ടിച്ചോൻ കൊടുക്കില്ല. ഈ പറയുന്ന വലിയ ഇസ്ലാമികത പറയുന്നവന് പോലും ഇമ്മമാരൊക്കെ അത്യാവശ്യം നല്ല കുടുംബത്തിലായിരിക്കുമല്ലോ. ഈ പറയുന്ന പോലെയുള്ള ചില ഇസ്ലാംസിലെ ചില ഇസ്ലാം എന്നൊക്കെ പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഇട്ടിച്ചു കൊടുക്കില്ല അവർ. അപ്പൊ ഇത് ഈ എന്താണ് പിന്നെ നിന്നെപ്പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ആ ഗൂഢാലോചന. നിന്നെപ്പോലുള്ള ആളുകൾ മണ്ടന്മാരായി കെട്ടിച്ചിരിക്കും. ലാലക്കൊരു അടിയിട്ടി, വിളാപ്പള്ളിക്കൊരു അടിയിട്ടി. അതുകൊണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ ബോധത്തെ ഹൈജാക്ക് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ടല്ല അത്. ഈ രമേശ് ചെന്നിത്തല NSSനോട് പൊതുവെ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരാളൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം NSS ബന്ധം ഒരു ഡിസ്ക്വാളിഫിക്കേഷനായി. അതുകൊണ്ടാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. എന്നിട്ട് രമേശ് എന്താ ചെയ്തത്? മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ അടുത്ത ദിവസം പ്രസ്താവന, ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനയുടെ ആളല്ല, ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ ആളല്ല, ഞാൻ യൂണിവേഴ്സലാണ് രമേശ്. അപ്പൊ ശരിക്കും ഈ NSSനിട്ട് സതീശനെ കണ്ടൊരു കൊട്ട് കൊടുത്ത രമേശാണ്. അതാണ് സാറിന് പറഞ്ഞത്. ആണുങ്ങളൊക്കെ മുമ്പുണ്ടായിരുന്നു. ഇപ്പൊ സതീശനാണെങ്കിലും രമേശ് ആണെങ്കിലും NSSന് തുല്യം തന്നെയാണ്. കാരണം സതീശൻ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ ഓപ്പോസിറ്റ് പോകും. ഞാൻ ആരുടെ തിണ്ണയിറങ്ങാൻ പോകില്ല. രമേശ് ആണെങ്കിൽ അന്ന് മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ ഈ പത്രോസിനെ പോലെ 3 തവണ കോഴി പോകുമ്പോഴേക്ക് തള്ളി പറഞ്ഞു. അപ്പൊ രണ്ടുപേരും വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ പാർട്ടിയുടെ സീനിയോറിറ്റി ഒക്കെ വെച്ച് നോക്കും. പിന്നെ അധികം നേരിട്ട് ഇമാതിരി അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കില്ല എന്നുള്ളതുകൊണ്ട് രമേശിനോട് അത്ര ഒരു അകലം ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. സാറിന്റെ സമയം NSS SNDP അവരുടെ കാര്യം ഇവിടെ ആര് വിചാരിച്ചാലും അവർ നടത്തും. അതിനുള്ള ശേഷി ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ ഇരിക്കുന്നത്. ഇവരെ ഈ പോലീസും സംവിധാനമൊക്കെ ഉള്ളത് അവരങ്ങനെ ചെയ്തുകൂടെ? എന്താ ചെയ്യാതെ? അപ്പൊ അത്രേ ഉള്ളൂ അതിൻ്റെ. അപ്പൊ രമേശ് വെറുതെ ചൊറിയാണ് എല്ലാവരും ചൊറി. ഹിന്ദു സമുദായ നേതാക്കന്മാരെ മാത്രം വല്ലാതെ ചൊറിയാണ്. സതീശൻ രമേശിന് അങ്ങനെ നേരിട്ട് ചൊറിയാനും പോവില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സെക്കുലർ അഭിനയമുള്ളൂ. നിങ്ങൾ അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രമേശ് അല്ലെങ്കിലും സെക്കുലർ എന്ന് വെച്ചാൽ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന സെക്കുലറിസത്തിനെതിരൊന്നല്ല. നിങ്ങൾ നിങ്ങളെ മതത്തിലോ വിശ്വസിക്കും മറ്റുള്ള മതങ്ങൾ ബഹുമാനിക്കാന്നാണ് NSS അതാണ് ചെയ്യുന്നത്. SNDP അതാണ് ചെയ്യുന്നത്. ഇപ്പൊ NSS SNDP അങ്ങനെ അല്ലെങ്കിൽ എത്ര ആരിഫിന NSS SNDP ഒരേപോലെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ? ആരിഫ് മുസ്ലിം അല്ലേ? അതിൽ സെക്കുലറിസം എന്താ നിങ്ങൾ കാണാത്ത? അങ്ങനെ പലരെയും ഞാൻ പേരെടുത്ത് പറഞ്ഞുതരാം.
അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. സതീശൻ മുഖ്യമന്ത്രി ആകുന്നു. സതീശൻ ഇന്ന് സാറിനൊരു സേ ഉള്ളതാണ്. സാറിനെപ്പോലുള്ള ആളുകളെ പിണക്കിക്കൊണ്ട് തീരുമാനം വരാൻ ബുദ്ധിമുട്ടാണ്. അത് സതീശൻ തന്നെ ദുർവാശിയും ദുരഭിമാനവും മാറ്റി വെച്ചിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്താൽ സ്കോപ്പുണ്ട്. എനിക്ക് സതീശൻ ഇഷ്ടമാണ്. എനിക്ക് രമേശിനെക്കാട്ടും ഇഷ്ടം സതീശനാണ്. പക്ഷേ പറയേണ്ടത് പറയണമല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.